നമ്മുടെ വേദപഠനത്തിൻ്റെ 5-ാമത്തെ ദിവസത്തേക്ക് നാം വന്നിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം 4 ദിവസമായിട്ടും 5-ാം അധ്യായത്തിലേ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം 6-7 അധ്യായങ്ങളെക്കാൾ വിശദീകരണവും വ്യാഖ്യാനവും കൂടുതൽ ആവശ്യമുള്ള അധ്യായമാണ് 5-ാം അധ്യായം. അതിൽ മനസ്സിലാക്കാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ അത് വിവരിച്ച് പറയാൻ ആവശ്യമുള്ള പല കാര്യങ്ങൾ 5-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. കൂടുതൽ സമയം വേണം, എന്നാൽ ഉള്ള സമയം കൊണ്ട് അത് പറയാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. 6-7 അധ്യായങ്ങൾ താരതമ്യേന മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ളതും അത്രയധികം വിശദീകരണം ആവശ്യമില്ലാത്തതുമായ അധ്യായങ്ങളാണ്. അതുകൊണ്ട് 6-7 അധ്യായങ്ങൾ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്രയും സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 5-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തെ തിരുത്തുകയാണ്. ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ന്യായപ്രമാണത്തിന് എതിര് പറയുകയല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കർത്താവ് പറയുകയല്ല, ന്യായപ്രമാണത്തിലെ തെറ്റ് കർത്താവ് തിരുത്തുകയല്ല. എന്നാൽ ന്യായപ്രമാണത്തിന് അന്നത്തെ യഹൂദ മതം കൊടുത്ത തെറ്റായ വ്യാഖ്യാനങ്ങളെ കർത്താവ് തിരുത്തി ന്യായപ്രമാണത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് കർത്താവ് പറയുകയായിരുന്നു. The Lord Jesus was not correcting the law, he was only correcting the wrong interpretation given by the Jewish leaders to the law, and he was trying to say what is actually meant by the law. നാം അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങൾ നാം ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് 21-ാമത്തെ വാക്യം മുതൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് മറുപടിയായിട്ട് ഞാനോ നിങ്ങളോട് പറയുന്നു, ആ വാക്യങ്ങൾ നാം നോക്കിയല്ലോ. 21-ാമത്തെ വാക്യത്തിൽ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ പൂർവന്മാരോട് അരുളി ചെയ്തത്, ഞാൻ ഇന്നലെ ആ കാര്യം പറഞ്ഞു, ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഇംഗ്ലീഷിലെ തർജ്ജമകളിൽ പൂർവന്മാർ അരുളി ചെയ്തത് എന്നുമുണ്ട്, പൂർവന്മാരോട് അരുളി ചെയ്തത് എന്നുമുണ്ട്. Said to them of old or said by them of old. To എന്നും by എന്നുമുണ്ട്. രണ്ടർത്ഥവും ശരിയാണ്. പൂർവന്മാർ പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ പൂർവന്മാരോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ അരുളി ചെയ്തു എന്നുള്ള വാക്ക് ഉള്ളതുകൊണ്ട് ദൈവം പറഞ്ഞതാണെന്ന് പെട്ടെന്ന് നമ്മൾ ധരിക്കും. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ പറഞ്ഞു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഉദാഹരണമായിട്ട് 43-ാം വാക്യത്തിൽ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പഴിക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അരുളി ചെയ്തു ശത്രുവിനെ പഴിക്കണമെന്നുള്ളത് യഹൂദ റബ്ബിമാർ കൂട്ടിച്ചേർത്തതാണ്. അത് ദൈവത്തിന് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നാണ് ഞാനോ നിങ്ങളോട് പറയുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. ബട്ട് ഐ സേ അൺടു യു, ദാറ്റ് ഷോസ് ദി അതോറിറ്റി ഓഫ് ദ ലോർഡ് ജീസസ്. ഞാൻ നിങ്ങളോട് പറയുന്നു എന്നൊരാൾ പറയണമെങ്കിൽ വളരെ അധികാരമുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങളെ നിങ്ങളുടെ റബ്ബിമാർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാനാണ് ന്യായപ്രമാണം തന്നവൻ, എനിക്കാണ് അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാവുന്നത്. ആ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. I am the one who gave the law. I know what is the meaning of the law, so you take this meaning from me because I am the one who gave the law. ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. കൊല ചെയ്യുന്ന കാര്യം, അവരുടെ തെറ്റായ വ്യാഖ്യാന രീതി ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. കേവലം കുല എന്നുള്ള പ്രവൃത്തിക്ക് അവർ പ്രാധാന്യം കൊടുത്തുള്ളൂ. എന്നാൽ കുലയ്ക്ക് പിന്നിലുള്ള ആത്മാവ്, അതിന് പിന്നിലുള്ള പക, വിദ്വേഷം, അതിന് ഒരു പ്രാധാന്യവും അവർ കൊടുത്തില്ല.
കർത്താവ് പറഞ്ഞു, കൊലയെന്ന പ്രവൃത്തി മാത്രമല്ല, അതിന് ഹേതുവായിരിക്കുന്ന മനോഭാവവും ദൈവസന്നിധിയിൽ തെറ്റാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത്, ആ പ്രവൃത്തിക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ഞങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളത് ആ പ്രവൃത്തി ചെയ്യുന്നില്ലല്ലോ. കർത്താവ് പറഞ്ഞു, അതുപോരാ, ആ പ്രവൃത്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന നോട്ടം, ആ ചിന്ത, മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ കൽപ്പന ലംഘിക്കുകയാ. യഹൂദന്മാർ അത് ശ്രദ്ധിച്ചിരുന്നില്ല, പ്രവൃത്തിയുണ്ടോ എന്ന് മാത്രമേ അവർ ശ്രദ്ധിച്ചുള്ളൂ. അതുപോലെ വിവാഹത്തെക്കുറിച്ച്, വിവാഹമോചനത്തെക്കുറിച്ച് മോശ വിവാഹമോചനം ചെയ്യണമെന്ന് കൽപ്പിച്ചു എന്നാണ് മത്തായി 19 യഹൂദന്മാർ പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞു, കൽപ്പിച്ചിട്ടില്ല. എക്സ്ട്രീം കേസിൽ അനുവാദം കൊടുത്തിട്ടേ ഉള്ളൂ. കൽപ്പന, അനുവാദം, ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. മോസസ് ഡിഡ് നോട്ട് കമാൻഡ് ഡിവോഴ്സ്, ഹി ഓൺലി പെർമിറ്റഡ് ഡിവോഴ്സ്. അതിന്റെ താഴോട്ട് വരുമ്പോൾ കള്ളസത്യം ചെയ്യുന്ന കാര്യം 33 മുതലുള്ള വാക്യങ്ങളിൽ അവര് ചില കാര്യങ്ങളെക്കുറിച്ച് ചൊല്ലി സത്യം ചെയ്താൽ, ആണയിട്ടാൽ അത് ബൈൻഡിങ് ആണെന്നും അത് ബാധകമാണെന്നും, മറ്റു ചില കാര്യങ്ങളെ ചൊല്ലി സത്യം ചെയ്താൽ അത് ബാധകമല്ലെന്നുമാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ മത്തായി 23 ഞാൻ ഇന്നലെ നിങ്ങളുടെ കാര്യം പറയുകയുണ്ടായി. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആണയിടേണ്ട കാര്യമേ ഇല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കറിയാം ആണയിടാനായിട്ട് ആവശ്യം വരും. ആണയിടുന്നത് തെറ്റല്ല, കോടതിയിലും മറ്റും ആണയിടാൻ ആവശ്യം വരും. പൗലോസ് ആണയിട്ടതായിട്ട്, ദൈവം ആണയിട്ട് സംസാരിച്ചതായിട്ട്, യേശു കർത്താവ് തന്നെ ആണയിട്ടതായിട്ട് തിരുവെഴുത്തിലുണ്ട്. അത് നമ്മുടെ നോട്ടിൽ അതിന്റെ വാക്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാധാരണ സംസാരത്തിൽ ആണയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആയിരിക്കണം, നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം. അങ്ങനെ കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത്, ഇവര് അതിന്റെ അർത്ഥം എടുത്തത്, ഒരാൾ എൻ്റെ കണ്ണ് കളഞ്ഞാൽ അവന്റെ കണ്ണ് എനിക്കും കളയാം, പ്രതികാര ബുദ്ധിയോടുകൂടെയാണ്. എന്നാൽ വാസ്തവത്തിൽ ആ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായാധിപൻ ആ കാര്യം പരിശോധിച്ച് ന്യായമായ ശിക്ഷ കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. കണ്ണെടുത്താൽ അതിന്റെ മാക്സിമം ശിക്ഷ മറ്റവന്റെ കണ്ണെടുക്കാം, അല്ലാതെ കണ്ണെടുത്തുകൊണ്ട് അവന്റെ തല വെട്ടാൻ പാടില്ല. ന്യായാധിപൻ ന്യായമായ ശിക്ഷ കൊടുക്കണം. അത് വ്യക്തിപരമായ റിവെഞ്ച് അല്ല, പ്രതികാരമല്ല, ന്യായാധിപൻ കൊടുക്കേണ്ട ശിക്ഷയാണ്. ആ കാര്യങ്ങൾ, അതിന്റെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമുക്ക് 43 മുതലുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. എന്നാൽ 43-ാം വാക്യത്തിലെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പഴിക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇവിടെ കൂട്ടുകാരനെ സ്നേഹിക്ക എന്ന് മാത്രമേ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നോട്ടിൽ അതുണ്ട്. ലേവ്യ 19-ാമത്തെ വാക്യം, ലെവിറ്റിക്കസ് 19:18 says, love your neighbor. It does not say hate your enemy. That was an addition of the Jewish rabbis. ശത്രുവിനെ സ്നേഹിക്ക എന്ന് ലേവ്യ 19:18 പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ശത്രുവിനെ എങ്ങനെ കാണണമെന്ന് പുറപ്പാട് 23-4-5 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു ട്രീറ്റ് യുവർ എനിമീസ്. ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റിപ്പോയാൽ, വീണുപോയാൽ നീ അതിനെ എടുത്തു കൊടുത്ത് ഉപകാരം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ശത്രുവിനെ പഴിക്കണമെന്നല്ല ന്യായപ്രമാണം പറഞ്ഞത്. എന്നാൽ ഇവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണിത്. മാത്രമല്ല, സ്നേഹിതൻ ആരാണെന്നും അയൽക്കാരൻ ആരാണെന്നും ശത്രു ആരാണെന്നും കൂടെ അവർ വ്യാഖ്യാനിച്ചു വെച്ചു. ആരാ അയൽക്കാരൻ? യഹൂദന്മാരെല്ലാം നമ്മുടെ നെയ്ബേഴ്സ്, അയൽക്കാര്, കൂട്ടുകാര്. ജാതികളും ശമരിക്കാരും എല്ലാം നമ്മുടെ ശത്രുക്കൾ. ഈ വ്യാഖ്യാനമാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ സാധാരണ ആളുകൾ വിചാരിച്ചു തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. എല്ലാവർക്കും ഈ ഭാഷ വായിച്ച് ഗ്രഹിക്കാൻ കഴിവില്ലാതെ പോയി. ബാബിലോണി പ്രവാസകാലത്ത് എബ്രായ ഭാഷയുമായിട്ടുള്ളവരുടെ ടച്ച് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഈ റബ്ബിമാർ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ പലർക്കും അത് നേരിട്ട് വായിക്കാനായിട്ട് സാവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ വ്യാഖ്യാനം കൂട്ടിച്ചേർത്തതിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണിത്. ശത്രുവിനെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ കൂട്ടത്തിൽ ശത്രുവിനെ പഴിക്കാന്നും കൂടെ അവർ കൂട്ടിച്ചേർത്തു. കൂട്ടുകാരൻ ആരാണ്, ശത്രു ആരാണ്, അതും അവർ വ്യാഖ്യാനിച്ചു. അതാണ് അന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ചപ്പോൾ
അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം പഠിപ്പിച്ചു. ഉദാഹരണമായിട്ട് നല്ല ശമരിയക്കാരന്റെ കാര്യം പറഞ്ഞപ്പോ ലൂക്കോസ് 10:25 മുതൽ 37 വരെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ആരാണ് കൂട്ടുകാരനെന്ന് ചോദിച്ചാണ് ആ ഭാഗം തുടങ്ങുന്നത്. അതിന്റെ ഒടുവിൽ ആ ചോദ്യം കർത്താവ് തിരിച്ചു ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ചവനോട് നീ പറ ആരാ കൂട്ടുകാരനെന്ന്. അപ്പൊ എന്താ മറുപടി പറഞ്ഞേ? സഹായം ചെയ്ത ശമരിയക്കാരനാണ് കൂട്ടുകാരൻ. കണ്ടോ? അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ നേരെ എതിര് കർത്താവ് അവരെ കൊണ്ട് തന്നെ പറയിച്ചു. ശമര്യക്കാരൻ ശത്രുവല്ല, ശമര്യക്കാരനാണ് കൂട്ടുകാരനെന്ന് അവരെ കൊണ്ട് തന്നെ കർത്താവ് പറയിച്ചു. നാം ആ ഭാഗം ചിന്തിച്ചായോണ്ട് അതിലേക്ക് ഇനി പോകുന്നില്ല. അതിന്റെ താഴെ 44 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നിനി താഴെ വിശദീകരിക്കുകയാണ്. എന്തിനാണ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? അതിന്റെ കാരണം പറയുന്നത് 45 വാക്യത്തിലാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാരാണെന്ന് വെളിവാക്കേണ്ടതിന് എന്നാണ് ഇതിന്റെ അർത്ഥം. ശത്രുവിനെ സ്നേഹിച്ചാൽ സ്വർഗസ്ഥ പിതാവിന്റെ മകനാകുമെന്നല്ല ഇതിന്റെ അർത്ഥം. ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കാനും ഒക്കെയില്ല. എന്നാൽ ഈ വാക്യത്തിന്റെ അർത്ഥം, ഇഫ് യു ലവ് യുവർ എനിമീസ് യു വിൽ മാനിഫെസ്റ്റ് ദാറ്റ് യു ബിലോങ് ടു ഗോഡ്, യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതിന്റെ കാരണം അത് ദൈവ സ്വഭാവമാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. 45 വാക്യത്തിൽ പറയുന്നത് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദൈവമില്ല എന്ന് പറയുന്നവന്റെ പറമ്പിലും ദൈവം മഴ പെയ്യിക്കും. ദൈവത്തിന് വിരോധിയായിരിക്കുന്ന ദുഷ്ടന്റെ പറമ്പിലും ദൈവം സൂര്യപ്രകാശം നൽകും. ദൈവത്തിന്റെ ലാർജ് ഹാർട്ടഡ്നെസ്, ദൈവത്തിന്റെ വിശാല ഹൃദയം, ദൈവത്തോട് വിരോധിക്കുന്നവരെയും നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവം. എന്നിട്ട് കർത്താവ് പറയാണ്, ആ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ആ സ്വഭാവം കാണിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും എത്രയോ ബാധകമായ കാര്യമാണിത്. നാം ഈ സ്വഭാവം കാണിക്കുമ്പോൾ നാം ഈ സ്വഭാവമുള്ള ഒരു ദൈവത്തിന്റെ മകനാണ്, മക്കളാണെന്ന് നാമും തെളിയിക്കുകയാണ്. എന്നിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് 48 വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. സ്വർഗീയ പിതാവിന്റെ സൽഗുണങ്ങൾ എന്താണെന്ന് മോളിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കും, ദുഷ്ടന്മാരെയും നീതികെട്ടവരെയും സ്നേഹിക്കും, അവരെ കരുതും, അവരോട് നന്നായി ഏർപ്പെടും എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈ സൽഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടണം. നിങ്ങൾ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 48 വാക്യം വായിച്ചാൽ ബി ഈ പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് എന്നാണ്. അത് വായിച്ചാൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാകാം. ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുവേൻ. ദൈവം പരിപൂർണരായിരിക്കുന്ന പോലെ നമുക്ക് പരിപൂർണരാകാൻ പറ്റുമോ? അവിടെ എന്താണ് പെർഫെക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മലയാള വേദപുസ്തകം വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താ? ദൈവം സർവശക്തനായിരിക്കുന്ന പോലെ നിങ്ങൾ സർവശക്തനാകണമെന്നല്ല പറയുന്നത്. ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും ആയിരിക്കുന്ന പോലെ നിങ്ങളാകണം എന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ ഈ സൽഗുണങ്ങളാൽ നിങ്ങൾ നിറഞ്ഞവരാകണം. So when it says be ye perfect as your heavenly Father is perfect, it means be filled with all these good qualities that your heavenly Father possesses. നിങ്ങളുടെ സ്വർഗീയ പിതാവിനുള്ള ഈ സൽ സ്വഭാവങ്ങളാൽ നിങ്ങൾ നിറഞ്ഞവരാകണം. എഫേസ്യ ലേഖനത്തില് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എഫേസ്യർ 3:19 ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവിടെ പൗലോസും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ മോറൽ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ ധാർമ്മികമായ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നിറഞ്ഞവരായിരിക്കണം നാം. ദൈവത്തിന്റെ സ്വഭാവത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, പകരപ്പെടാൻ കഴിയുന്ന സ്വഭാവങ്ങൾ, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ സ്നേഹം, ദയ, കരുണ, ഇതൊക്കെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ്.
എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പകരപ്പെടാൻ കഴിയാത്ത സ്വഭാവങ്ങൾ. ദൈവത്തിന്റെ ഇറ്റേണിറ്റി, നിത്യത, മാറ്റമില്ലായ്മ, സർവശക്തി, ഇതാർക്കും പകർന്നു കൊടുക്കാൻ ഒക്കുന്നതല്ല. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നാം സൽഗുണപൂർണരാകണമെന്ന് പറഞ്ഞാൽ, പകരപ്പെടാൻ കഴിയുന്ന ധാർമ്മിക ഗുണങ്ങൾ ദൈവത്തിൻ്റെത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് എത്ര വലുതാണ്. എന്താ എൻ്റെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്? ബീഡി വലിക്കാതെ, കള്ളു കുടിക്കാതെ, ചീത്ത പറയാതെ ഒക്കെ ജീവിക്കണ രക്ഷിക്കപ്പെട്ടുകൊണ്ട്, അതാണോ നമ്മുടെ സ്റ്റാൻഡേർഡ്? അതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. പലരുടെയും സ്റ്റാൻഡേർഡ് അത്രയേ ഉള്ളൂ. വേദപുസ്തകം പറയുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയാമോ? ദൈവം സൽഗുണങ്ങളാൽ നിറഞ്ഞവനായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും സൽഗുണങ്ങളാൽ നിറഞ്ഞവരാകണം. The standard God has placed before every child of God is high. We have to be filled with all the good moral qualities of God. That is what God expects of each one of us. നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന അതാ. അല്ല, ഞാൻ ചീത്തയൊന്നും പറയുന്നില്ല, ഇപ്പൊ ഞാൻ നല്ലതായിട്ടൊക്കെയാ ജീവിക്കുന്നേ. അയ്യോ, അതുകൊണ്ടായില്ല. അത് നല്ല കാര്യം, അത് ആരംഭം മാത്രമാണ്. നീ അതിൽ നിന്ന് വളർന്ന് 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 നാളുകൾ കഴിയും തോറും ദൈവ സ്വഭാവം നിന്നിൽ വർദ്ധിച്ചു വരണം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം നോട്ടിൽ ഞാൻ ആ കാര്യം കാണിച്ചിട്ടുണ്ട്. ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുകൊണ്ട്, ദിവ്യ സ്വഭാവമുള്ളത് കൊണ്ട് നാം എല്ലാവരും ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ദൈവ സ്വഭാവം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ സ്റ്റാൻഡേർഡുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നാം എന്തുമാത്രം കുറവുള്ളവരാണ്. ദൈവം എത്ര നല്ലവനാണ്. ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുന്നു, സൂര്യനെ നൽകുന്നു. ദൈവത്തിന്റെ ഒരു സ്വഭാവം, ഹി ഡസ് ഓർ സേസ് എവറിത്തിങ് ഓൺലി ഫ്രം എ ഹാർട്ട് ഓഫ് ഗുഡ്നെസ്. എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം താൻ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ കാര്യവും നന്മയുടെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ചെയ്യൂ. ദൈവം പറയുന്ന എല്ലാ കാര്യവും കംസ് ഔട്ട് ഓഫ് എ ഹാർട്ട് ഓഫ് ഗുഡ്നെസ്. ആ നിലയിലേക്ക് നാം ഉയരണം. നന്മയുടെ ഹൃദയത്തിൽ നിന്നല്ലാതെ നാം ഒന്നും പറയുകയോ ചെയ്യോ പാടില്ല. നാം ഒരു കാര്യം പറയുമ്പോൾ നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നായിരിക്കണം അത് വരുന്നത്. ഞാൻ ഒരു വെറും സാധാരണ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരാളോട് ചോദിക്കുക എന്ന് വിചാരിക്കുക, ബ്രദറെ, ആ മറ്റേ സഹോദരനെ ക്ലാസ്സിന് കാണുന്നില്ലല്ലോ, എന്താ പുള്ളി വരാത്തെ? അപ്പൊ നിങ്ങൾ പറയാം, ഓ, പുള്ളിയുടെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മ ഇട്ടേച്ച് വരാൻ മേലെന്നൊക്കെയാ പുള്ളി പറയുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതിനകത്ത് എന്താ കുഴപ്പം? നിങ്ങൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ല, അമ്മയെ ഒറ്റയ്ക്കിട്ടേച്ച് ക്ലാസ്സിന് വരാൻ പറ്റിയാൽ അല്ലേ. പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ധരിക്കണമെന്നാ നിങ്ങളുടെ ടോണിൽ നിന്ന് നിങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? പുള്ളി പറഞ്ഞത് അത്ര ശരിയൊന്നും അല്ല, പുള്ളി മടി കൊണ്ടല്ല, ഇഷ്ടമില്ല എന്നിട്ടാ വരാത്തതെന്ന് ഞാൻ ധരിക്കണം. പക്ഷെ എന്നോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ ടോൺ എനിക്ക് തരുന്ന ധാരണ പുള്ളി ചുമ്മാ പറഞ്ഞതാണെന്നാ. നിങ്ങൾ പറഞ്ഞോ ചുമ്മാ പറഞ്ഞാന്ന്? പറഞ്ഞില്ല. വാചകം കറക്റ്റാ, പുള്ളിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാ വരാത്ത. വാചകം കറക്റ്റാ, പക്ഷെ സ്പിരിറ്റ് കറക്റ്റ് അല്ല. അങ്ങനെ പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞത് നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നല്ല പറഞ്ഞത്, ദുരുദ്ദേശം, തെറ്റായ മനോഭാവത്തിൽ നിന്നാണ്. പറഞ്ഞ വാചകം കറക്റ്റ് ആണെങ്കിലും സ്പിരിറ്റ് കറക്റ്റ് അല്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൽ, എഫേസ് ലേഖനത്തിൽ സത്യം സംസാരിക്കണം. സത്യം സംസാരിച്ചാൽ മാത്രം പോരാ, സ്നേഹത്തിൽ സംസാരിക്കണം. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ, ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരാനിടയാകണം. നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നല്ലാതെ നമ്മുടെ ഭാഗത്ത് വരുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തിയും അത് ബോധ്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയണം, കർത്താവേ, നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നല്ലല്ലോ പറഞ്ഞത്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ, പക്ഷേ നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നല്ലോ പറഞ്ഞത്. നീ ക്ഷമിക്കണം, നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നാം ആ നിലയിലേക്ക് ഉയരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ കർത്താവിൻ്റെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ അനേക പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. ദുഷ്ടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ദൈവ സ്വഭാവം ഇരിക്കുന്നത്. നമുക്കൊരു പാഠം കൂടെ പഠിക്കാനുണ്ട്. അവർ ലൈഫ് ഷുഡ് നോട്ട് ബി കൺട്രോൾഡ് ബൈ അതേഴ്സ്. No one else should decide how we should feel or how we should behave. You don't have to be bad because someone else is bad. എനിക്കൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. അവൻ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. എൻ്റെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ പെരുമാറ്റമല്ല. അവൻ മോശമായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അവൻ ദുഷ്ടനായോണ്ടാണ്. അവൻ ദുഷ്ടനായതുകൊണ്ട് ഞാനും ദുഷ്ടനാകണോ? ആണോ? നിങ്ങൾക്ക് സൂക്കേടുള്ളതുകൊണ്ട് എനിക്ക് സൂക്കേട് പിടിപ്പിക്കണോ? വേണോ? വേണ്ട. അവന് വലിയൊരു സൂക്കേടുണ്ട്. എന്താ? ദുഷ്ടത. അവൻ ദുഷ്ടനായിട്ട് എനിക്കെതിരെ പറയുന്നു, ചെയ്യുന്നു. അതുകൊണ്ട് ഞാനും അവനെതിരെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവൻ ദുഷ്ടനാ, ആ സൂക്കേട് എനിക്ക് പിടിച്ചു. You don't have to be bad because somebody else is bad. വേറൊരാള് കൊള്ളരുതാത്തവനായതുകൊണ്ട് നിങ്ങൾ കൊള്ളരുതാത്തവനാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലവനായിട്ട് തന്നെ ഇരുന്നാൽ മതി. അവൻ മോശമായിട്ട് പെരുമാറുന്നത് അവന് ദൈവത്തെക്കുറിച്ച് അത്രേ അറിവേ ഉള്ളൂ. അവന് പരിജ്ഞാനമില്ല, അവന് ആത്മീയത്വമില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ പെരുമാറുന്നത്. ഞാൻ എന്തിനാ അങ്ങനെ പെരുമാറുന്നത്? എത്രയോ നല്ല പ്രമാണങ്ങളാണ്. ദുഷ്ടനായതുകൊണ്ട് ദൈവം ദുഷ്ടനാകുന്നില്ല. ദുഷ്ടനാണെങ്കിലും ദൈവം നല്ലവനാണ്. അപ്പൊ ദൈവത്തിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്, മറ്റവന്റെ സ്വഭാവമല്ല. നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരുടെ സ്വഭാവമല്ല, നമ്മുടെ സ്വഭാവമാണ്. All that we say or do should proceed out of a heart of goodness and something within you, not something within the other person, should determine your character. എൻ്റെ ഉള്ളിലുള്ളതാണ് എൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ളതല്ല എൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. നീ ചീത്ത പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ അല്ലേ? അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാനും പറഞ്ഞു. എന്തോ ഒരു പൊട്ട ന്യായം അത്. അവൻ ചീത്ത പറഞ്ഞത് എന്തുകൊണ്ടാ? അവൻ്റെ ഉള്ളിൽ നിറച്ച് ചീത്തയുണ്ട്, അതുകൊണ്ട് അവൻ ചീത്ത പറഞ്ഞത്. നീ ചീത്ത പറഞ്ഞത് എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിലും ചീത്തയുണ്ട്, അതുകൊണ്ടാണ് നീ ചീത്ത പറഞ്ഞത്. അവൻ ചീത്ത പറഞ്ഞത് അവൻ ചീത്തയായോണ്ടാ. ഞാൻ നല്ലതേ പറയാവുള്ളൂ, കാരണം ഞാൻ നല്ലതാ. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, ഞാൻ ദൈവവേദിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം വേറെ ആരുടെയും സ്വഭാവത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മുടെ ദുഷ്ട സ്വഭാവം കൊണ്ട് ദൈവത്തിൻ്റെ നല്ല സ്വഭാവം മാറ്റാൻ നമുക്ക് കഴിയുകയില്ല. ഒരുത്തൻ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുക, അതുകൊണ്ട് ദൈവം ദുഷ്ടനാവുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവന്റെ പറമ്പിലും ദൈവം മഴ കൊടുക്കുക, അവന്റെ പറമ്പിലും ദൈവം സൂര്യപ്രകാശം നൽകുക. ഈ ഭാഗം എത്രയോ മനോഹരമായൊരു ഭാഗമാണ്. എന്നിട്ടത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്താൽ നിങ്ങളും നിറഞ്ഞവരാകണം. ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുകയും ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളുടെ ആകത്തുകയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: യഹൂദ മതം, യഹൂദ മാർഗം ബാഹ്യമായ കർമാചാരങ്ങളാണ് ഭക്തി എന്ന് ധരിച്ച് വശായ ഒരു മതമായിരുന്നു. അവരതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. സ്വഭാവത്തിനോ ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പത്തിനോ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിനോ യാതൊരു പ്രാധാന്യവും യഹൂദമാർഗത്തിൽ റബ്ബിമാരുടെ ഇടയിൽ അല്ലെങ്കിൽ പരീശന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് ഇവിടെ പഠിപ്പിച്ചത് കേവലം ബാഹ്യമായ കാര്യങ്ങളല്ല, ഹൃദയമെന്നില്ല, ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഉള്ളിലെ ചിന്ത, നമ്മുടെ നോട്ടം, നമ്മുടെ മനോഭാവം, അതാണ് ദൈവഭക്തിയുടെ എസൻസ്. നമുക്കും ആ പാഠം പഠിക്കാം. ബാഹ്യമായ കാര്യങ്ങളൊന്നും വേണ്ടെന്നല്ല, എന്നാൽ ബാഹ്യമായ കാര്യങ്ങൾ ഉള്ളിലെ കാര്യത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. കർത്താവ് പറയാണ്, ഞാൻ ഈ പുതിയ ആശയം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കാനാണ് വന്നത്. നിങ്ങൾ എൻ്റെ അനുഗാമികളാകുവേൻ, എൻ്റെ സ്വഭാവമുള്ളവരാകുവേൻ. കേവലം ചില ചട്ടക്കൂടുകൾ, നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടായില്ല. എൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരണം, ദൈവ സ്വഭാവമുള്ളവരായി തീരണം. പ്രിയപ്പെട്ടവരെ, ഈ പർവ്വത പ്രസംഗം നമുക്ക് നൽകുന്ന, ഈ ക്രിസ്തോപദേശം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാ. എന്താണെന്നറിയാമോ? കേവലം മതത്തിൻ്റെ
അല്ലെങ്കിൽ സഭയുടെ ചില പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ടായില്ല. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളെന്ന നിലയ്ക്ക് ദൈവ സ്വഭാവം പ്രകടമാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. അതാണ് പർവ്വത പ്രസംഗത്തിലെ ഏറ്റവും വലിയ സന്ദേശം. The greatest message in the teachings of the Lord Jesus, in the Sermon on the Mount, is it is not enough to observe certain rituals and rules of the church or religion. You need to partake of my nature and be filled with my good qualities. That is the most important lesson in the Sermon on the Mount. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് പോകാം. ഇനി കുറച്ചുകൂടെ വേഗത്തിൽ പോകുന്നതിന് പ്രയാസമില്ല. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം ബ്രദറെ. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. മനുഷ്യർ കാണേണ്ടതിനെ നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. 6-ാം അധ്യായം തുടങ്ങുന്നത് മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സീക്കിംഗ് ദി ഓണർ ഓഫ് മാൻ. മനുഷ്യന്റെ മാനം ഏതൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ അന്വേഷിച്ചിരുന്നത്? അതിന്റെ 2-ാം വാക്യം, ഭിക്ഷ കൊടുക്കുമ്പോൾ. വെൻ യു ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിലൊക്കെ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്നാണ്. ഭിക്ഷ കൊടുക്കുന്നത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഏത് നന്മ പ്രവൃത്തിയും. ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ ചാരിറ്റബിൾ ഡീഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കുമ്പോൾ. പിന്നെ 5-ാം വാക്യം പ്രാർത്ഥിക്കുമ്പോൾ. 16-ാം വാക്യം ഉപവസിക്കുമ്പോൾ. മനുഷ്യന്റെ മാനം അന്വേഷിക്കാൻ സാധ്യതയുള്ളത് ഈ 3 മേഖലകളിലാണ്. ആത്മീക കാര്യങ്ങളിലും. നിങ്ങളൊന്ന് നോക്കിയേ, എത്ര സത്യമാണിതല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലോകമനുഷ്യന്റെ മാനം അങ്ങനെ അന്വേഷിക്കാറില്ല. കാരണം നമ്മൾ ലോക സമൂഹത്തിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും പല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ സമയം ആത്മീയ ഗോളത്തിലാണ്. അപ്പൊ നാം മാനം അന്വേഷിക്കുന്നത് നാട്ടുകാരുടെ മാനം അല്ല അന്വേഷിക്കുന്നത്. നാം മാനം അന്വേഷിക്കുന്നത് ആത്മീയത്വത്തിൽ കൂടെയാണ് മാനം അന്വേഷിക്കുന്നത്. എൻ്റെ പ്രസംഗം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രവർത്തനം, അതിൽ കൂടെയാണ് നമ്മൾ മാനം അന്വേഷിക്കുന്നത്. ലോകര് മാനം അന്വേഷിക്കുന്ന ലോകത്തിലെ കാര്യങ്ങൾ കൂടെയാണ്. നമുക്ക് അതിനകത്ത് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതുമായിട്ട് വലിയ ബന്ധം നമുക്കില്ല. നമ്മുടെ എല്ലാം കൺവെൻഷൻ, മീറ്റിംഗ്, ക്യാമ്പ്, സഭ, പ്രവർത്തനം. അപ്പൊ നമ്മൾ മാനം അന്വേഷിക്കുന്നത് നമ്മുടെ ഫീൽഡിലാണ്. അതും തെറ്റാ. ലോകത്തിൽ മാനം അന്വേഷിക്കുന്ന പോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ഇവിടെ നോക്കുക. ഇതെല്ലാം ആത്മീയ കാര്യമാണ് അല്ലെ. നന്മ ചെയ്യുക ആത്മീയ ജീവിതമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കുക അത് ആത്മീയ ജീവിതമാണ്. ഉപവസിക്കുക അത് ആത്മീയ കാര്യമാണ്. അപ്പോ ആത്മീക പ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷയിലും മാനം അന്വേഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തിന്റെ മാനത്തിന് പകരം മനുഷ്യന്റെ മാനം അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. 2 മുതൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കർത്താവ് എങ്ങനെയാണ് മാനം അന്വേഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവര് നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളമൂതിക്കും. അവര് കാഹളമൂതിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണണം, കേൾക്കണം, ഇവിടെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ആളുകൾ അറിയണം, ഈ ആള് പാവപ്പെട്ടവർക്ക് കഞ്ഞി കൊടുക്കുകയാണെന്ന് ആളുകൾ അറിയണം. അതിനുവേണ്ടി മറ്റുള്ളവർ കാണാനായിട്ടുള്ള വിദ്യകളൊക്കെ അവർ ഏർപ്പാട് ചെയ്യും. അതെന്തിനാ? മനുഷ്യന്റെ മാനം അന്വേഷിക്കുക. ഇതിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. പല വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. പല വ്യാഖ്യാനങ്ങളും ശരിയായിരിക്കാം. നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള ആശയം ഞാൻ പറയാം. നീ ചെയ്യുന്നത് വേറെ ആരും അറിയരുത്. അത് നല്ല കാര്യം തന്നെ. പിന്നെ നിന്റെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നീ തന്നെയാ. ഇത് രണ്ടും അല്ലേ. എൻ്റെ വലങ്കൈയും എൻ്റെയാണ്, ഇടങ്കൈയും എൻ്റെയാണ്. ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയരുത്. അപ്പൊ ഞാനതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, വേറെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഞാൻ എതിരല്ല, പക്ഷെ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ ഈഗോ അറിയരുത്, എൻ്റെ സ്വയം അറിയരുത്. അതാണ് ഏറ്റവും നല്ല വ്യാഖ്യാനം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ക്യാമ്പിൽ ഒരുമിച്ച് ഇവിടെ താമസിക്കാമെന്ന് വിചാരിക്കുക, ക്യാമ്പ് സൈറ്റിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെരുപ്പും ഷൂ ഒക്കെ ഉണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഷൂ പോളിഷ് ചെയ്ത് കൂട്ടത്തിൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെ താമസിക്കുക, നിങ്ങളുടെയും ഒക്കെ ഷൂ ഞാൻ പോളിഷ് ചെയ്യാം. അപ്പം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, നിങ്ങളുടെ എല്ലാം ഷൂ ഞാൻ പോളിഷ് ചെയ്തിട്ടു.
നിങ്ങളാരും അറിഞ്ഞില്ല ഇതാരാ രാവിലെ ഷൂ പോളിഷ് ചെയ്തത് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നല്ല കാര്യമാണ് അല്ലേ? പക്ഷേ നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയരുത്. എന്ത് പറയരുത്? കണ്ടോ, ഞാൻ ഈ ക്യാമ്പിലെ പ്രസംഗകനാ, എന്നിട്ട് ബാക്കി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇവരുടെ ഒക്കെ ഷൂ പോളിഷ് ചെയ്യുക അല്ലേ? ഐ കൺഗ്രാജുലേറ്റ് മൈസെൽഫ്. അത് വരരുത്. എൻ്റെ സ്വയം അറിയരുത് ഞാൻ ഈ പോളിഷ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായോ? കൈകൊണ്ടേ പോളിഷ് ചെയ്യാവുള്ളൂ, ഹൃദയം കൊണ്ട് പോളിഷ് ചെയ്യല്ലേ. ഞാനിത് പോളിഷ് ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ ഇവിടുത്തെ പ്രസംഗകന, എന്നിട്ട് ഞാൻ എല്ലാവരുടെയും ഷൂ പോളിഷ് ചെയ്യുന്നല്ലേ എന്ന് ഞാൻ വേറെ ആരോടും പറയുന്നില്ല. ഞാൻ നിങ്ങൾ പോളിഷ് ചെയ്യുന്നത് ഞാൻ എന്നോട് തന്നെ പറയരുത്. ഞാൻ അറിയരുത് ഞാൻ പോളിഷ് ചെയ്തത്. ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈ ഈഗോ ഷുഡ് നോട്ട് നോ ദ ഗുഡ് തിങ്സ് ഐ എം ഡൂയിങ്. എൻ്റെ സ്വയം അറിയരുത്. സ്വയം അറിഞ്ഞാൽ സ്വയം അഹങ്കരിക്കാനായിട്ട് ഇടയാകരുത്. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. നിന്റെ തന്നെ ഒരു ഭാഗമാ വലങ്കൈ അല്ലെങ്കിൽ ഇടങ്കൈ, അത് തമ്മിൽ അറിയാൻ പാടില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്ര ഉന്നതമായ മാനദണ്ഡമാണ് കർത്താവ് ഇവിടെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നീ ചെയ്യുന്നത് നീ തന്നെ അറിയരുത്, നീ നിന്നെ തന്നെ പ്രശംസിക്കരുത്. അതിൻ്റെ 5 മുതൽ താഴോട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് കർത്താവ് നൽകുന്നത്. അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ മാനം അന്വേഷിക്കാനായിട്ട് പ്രാർത്ഥിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങും, കല്ലിശ്ശേരി കവലെ ചെല്ലുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കുന്ന സമയം ആകത്തക്കവണ്ണം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പ്രാർത്ഥിക്കുന്ന സമയമാണെന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന. അപ്പൊ നാട്ടുകാരെല്ലാം കാണും, അയ്യോ ഇതേ വലിയ ഭക്തനാണ്. അതാണ് കർത്താവോട് പറയുന്നത്. തെരുക്കോണുകളിൽ നിന്നുകൊണ്ട്, പള്ളികളിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കല്ലിശ്ശേരി കവലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പോട്ടെ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമോ അതേ തെറ്റ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും വേണേ ചെയ്യാം. എന്താ? പ്രാർത്ഥനയിൽ മാനം അന്വേഷിക്കുക. ഞാൻ 1-2 പ്രായോഗിക കാര്യങ്ങൾ പറയട്ടെ. പബ്ലിക് പ്രെയർ എപ്പോഴും ചെറുതായിരിക്കണം. പരസ്യമായ പ്രാർത്ഥന എപ്പോഴും ചെറുതായിരിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ആളുകൾ ശ്രദ്ധിക്കണം, പിന്നെ ആളുകളോട് ആമീൻ പറയണം. വേറൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെല്ലാം മനുഷ്യരായതുകൊണ്ട് നാം നീട്ടി പ്രാർത്ഥിക്കും തോറും നമ്മുടെ സെന്റൻസിന്റെ ഘടന എങ്ങനാ, നമ്മുടെ വാക്ക് എങ്ങനാ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകും. ഞങ്ങൾ അങ്ങനെയൊന്നും ആകത്തില്ലെന്ന് വല്ലവരും പറഞ്ഞാൽ സ്തോത്രം. അങ്ങനെ ആകാതിരിക്കുന്നവരുണ്ട്, നല്ല കാര്യം. സാധാരണ മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് അങ്ങനെ വരും. എൻ്റെ വാക്ക് ശരിയാണോ, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയായോ, ഘടന ശരിയായോ എന്നൊക്കെ മനസ്സിൽ മനുഷ്യർക്ക് വരും. അതുകൊണ്ട് പബ്ലിക് പ്രെയർ എപ്പോഴും ചുരുക്കി ചെയ്യണം. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, നിങ്ങൾ പബ്ലിക് പ്രെയർ നീണ്ടതായിട്ട് ചെയ്താൽ ആദ്യം ആളുകൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെ നിർത്തുന്നില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നെന്ന് കണ്ടാൽ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെ നിർത്തുന്നില്ലെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് എതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഫസ്റ്റ് പീപ്പിൾ വിൽ പ്രേ വിത്ത് യു, ദെൻ ദേ വിൽ പ്രേ ഫോർ യു, ദെൻ ദേ വിൽ പ്രേ അഗൈൻസ്റ്റ് യു. ആ 2ാം സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥന നിർത്തിയിരിക്കണം. ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പരസ്യരംഗത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ചിലരെയൊക്കെ ഒരു കല്യാണത്തിന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാൽ ഈ പെണ്ണിന്റെ അപ്പൻ ജനിച്ച കാലം മുതൽ പറയും, പ്രിയപ്പെട്ടവരെ അതിൻ്റെ ആവശ്യമില്ല. കല്യാണ രംഗത്ത് അനേക ആളുകൾ, ഹൈന്ദവരും മുസൽമാനും കത്തോലിക്കനും യാക്കോവക്കാരും എല്ലാം വന്നിരിക്കുക. അവിടെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. 100 കൂട്ടം കാര്യം വേറെ പ്രാർത്ഥിക്കണ്ട, അതിന് വേറെ സമയം എടുത്തു. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മരണ വീട്ടിൽ പ്രാർത്ഥിക്കുക, അല്ലെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഏത് കാര്യത്തിനാണോ നാം കൂടി വന്നിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി അപ്പൊ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കാൻ ഭാരം ഉണ്ടെങ്കിൽ പേഴ്സണൽ പ്രെയർ ഒരു 2 മണിക്കൂർ ആക്കിക്കോ. രഹസ്യ പ്രാർത്ഥന ദീർഘമാക്കുകയും പരസ്യ പ്രാർത്ഥന ചെറുതാക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്യ പ്രാർത്ഥന ചെറുതായില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആളുകളുടെ ശ്രദ്ധ പതറും. മാത്രമല്ല, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും തോറും നമ്മുടെ സെന്റൻസ് കൺസ്ട്രക്ഷനിലും വാക്കിലും ലാംഗ്വേജിലും പ്രൊനൗൺസിയേഷനെ കുറിച്ചൊക്കെ ചിന്ത മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ മാനം അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരസ്യ പ്രാർത്ഥനകൾ ചെറുതായും രഹസ്യ പ്രാർത്ഥനകൾ നീണ്ടതായും ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് വിവേകത്തോടു കൂടെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ
മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കാൻ തെരുക്കോണിൽ നിന്നല്ല സഭാ ഹാളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഒക്കും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയ കാര്യമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞെന്ന് എഴുതിയിരിക്കുന്നേ. വേദപുസ്തകം സൂക്ഷിച്ച് വായിക്കണേ. ദൈവത്തോട് പറഞ്ഞെന്നല്ല, അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപകടം നമുക്കും വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മോട് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യന്റെ മാനം അന്വേഷിക്കരുത്. പിന്നെ നാം അതിൻ്റെ താഴെയുള്ള 7-8 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പറയുക. അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മാതൃകാ പ്രാർത്ഥന, മോഡൽ പ്രെയർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്നാൽ ഞാനത് നോട്ടിൽ കുറച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പം ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ നോട്ടിലുള്ള വിശദാംശങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ പ്രാർത്ഥന അതേപടി എല്ലാവരും എപ്പോഴും ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡൽ പ്രെയറാണ്. നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. പ്രേ ഇൻ ദിസ് മാനർ. ആരെങ്കിലും ഈ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിച്ചാൽ തെറ്റൊന്നുമില്ല, അർത്ഥമാക്കി പറയണമെന്നേ ഉള്ളൂ. എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ വാചകം തന്നെ പ്രാർത്ഥിക്കണമെന്നല്ല, ഇതൊരു മാതൃകയാണ്. ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചൊരു മാതൃകയാണ്. കർത്തൃപ്രാർത്ഥന എന്നാണ് ഇതിന് സാധാരണ പറയുന്നത്. പക്ഷെ ഇത് കർത്താവിന് പ്രാർത്ഥിക്കാൻ ഒക്കുന്ന പ്രാർത്ഥനയല്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമെന്ന് കർത്താവിന് പ്രാർത്ഥിക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് ഇത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല, ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. So this prayer is not the Lord's prayer, because the Lord cannot pray this prayer. This is the prayer that Jesus taught the disciples to pray. So this is a model prayer. ഒരു പ്രാർത്ഥനയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിൻ്റെ നല്ല ഒരു മാതൃകയാണ് ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന തുടങ്ങുന്നു നോക്കി, അതിൻ്റെ 9-ാമത്തെ വാക്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം. അപ്പൊ ദൈവമക്കൾക്കാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. പിതാവേ എന്ന ദൈവത്തെ വിളിക്കാൻ കഴിയുന്നവർക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത്. ഈ പ്രാർത്ഥനയിൽ 6 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓടിച്ചെന്ന് പറയട്ടെ, 6 റിക്വസ്റ്റ് ആണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒന്നാമത്തേത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നിന്റെ നാമം മാത്രമാണ് നിസ്തുല്യമായ ശ്രേഷ്ഠമായ നാമമെന്ന് മാനിക്കപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. മേ ദൈ നെയിം ബി എസ്റ്റീംഡ്, യുണീക്ക് ആൻഡ് ഗ്ലോറിയസ്. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഇവിടെ. ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ നാമം പരിശുദ്ധവും നിസ്തുല്യവുമാണ്. അവന്റെ നാമം പോലെ വേറൊരു നാമമില്ല. ഹിസ് നെയിം ഈസ് ഡിസ്റ്റിങ്ക്ട്, ഹിസ് നെയിം ഈസ് യുണീക്ക് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. വില്യം മാക്ഡൊണാൾഡിന്റെ കമന്ററിയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എവ്രി പ്രെയർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് വർഷിപ്പ്. എല്ലാ പ്രാർത്ഥനയും ആരാധനയോടുകൂടിയാണ് തുടങ്ങേണ്ടത്. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആളുകൾ സാധാരണ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കുകയാണെന്നാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കലല്ല. അപ്പം മുറിക്കുന്നത് കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്ന കാര്യമാണ്. നാം ആരാധനയിൽ നാം കർത്തൃമേശ ആചരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കും. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വവും ബഹുമാനവും കൊടുക്കുകയാണ്. അവൻ മഹാൻ, അവൻ വലിയവൻ എന്നുള്ളത് നാം അക്നോളജ് ചെയ്ത് സ്തുതിയും സ്തോത്രവും മഹത്വവും ബഹുമാനം അവന് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും തുടങ്ങുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആരാധിച്ചുകൊണ്ട് തുടങ്ങണമെന്നാണ് വില്യം മാക്ഡൊണാൾഡ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത്. പ്രാർത്ഥനയിൽ ആദ്യം ചെയ്യുന്നത് എന്താ? ഞങ്ങൾക്ക് വല്ലതും തരണേന്ന് പറയല്ല, നിന്റെ നാമം, നീ വലിയവൻ, നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ തലകുനിക്കുന്നു. അത് ഞായറാഴ്ച രാവിലെ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ദൈവത്തെ എപ്പോഴെല്ലാം നാം കണ്ടുമുട്ടുമോ, ദൈവസന്നിധിയിൽ എപ്പോഴെല്ലാം നാം വരുമോ, അവന് മഹത്വവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് അവൻ ആദരവ് കൊടുത്തുകൊണ്ട് നാം വരികയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ റിക്വസ്റ്റ് നോക്കിക്കേ, നിന്റെ രാജ്യം വരണം. ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കായി ആഗ്രഹിക്കുകയും
നമ്മെ തന്നെ അതിനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തെ കാര്യം, നിന്റെ ഇഷ്ടം നടക്കണം. ദൈവേഷ്ടം നടന്നു കാണുവാൻ ആഗ്രഹിക്കുകയും ദൈവേഷ്ടത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഈ പ്രാർത്ഥനയിലെ 6 കാര്യങ്ങളിൽ ആദ്യത്തെ 3 കാര്യം ദൈവവുമായിട്ട്, ദൈവത്തിന്റെ മഹത്വമായിട്ട്, ദൈവത്തിന്റെ കാര്യപരിപാടിയായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻ ദിസ് പ്രേയർ the first 3 things are related to God's glory, God's program and God's plan, God's will. അത് കഴിഞ്ഞിട്ട് 4-മതാണ് പറയുന്നത്, അനുദിന ജീവിതത്തിലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഇവിടെ ആഹാരം, ആവശ്യമുള്ള ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഭൗതികമായ ആവശ്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ്. കേവലം എനിക്ക് ഭക്ഷണം തരണമെന്ന് മാത്രമല്ല, എന്തെല്ലാം ഭൗതികമായ ആവശ്യങ്ങൾ എനിക്കുണ്ടോ അതെല്ലാം എനിക്ക് നിറവേറ്റി തരണം. അതിന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാണ്. അടുത്ത വാക്യം നമ്മളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അന്യോന്യ ബന്ധങ്ങൾ. നിങ്ങൾ മനുഷ്യരോട് അവിടെ പറയുന്നു, ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അന്യോന്യ ബന്ധങ്ങൾ ശരിയായി സൂക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഒടുവിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകാതെ, പാപത്തിലും പരീക്ഷയിലും അകപ്പെട്ടു പോകാതെ വിശുദ്ധ ജീവൻ നയിക്കാൻ ഇടയാകേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 6 പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമ്മുടെ ഭൗതിക ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട എത്ര കാര്യമുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഔട്ട് ഓഫ് ദ 6 requests, how many have to do with our material need? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് 4-മത്തെയാണ്. ബാക്കി 5 കാര്യവും നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ 10 വിഷയം പ്രാർത്ഥിച്ചാൽ 9:45 അരയ്ക്കാലും ശരീരത്തിന്റെ കാര്യമാണ്. രോഗസൗഖ്യം, യാത്ര, വിസ, കല്യാണം, വീടുപണി, ജോലി. ആമേൻ. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകൾ കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആ പ്രാർത്ഥന നിങ്ങൾ വായിച്ചാൽ ആ പ്രാർത്ഥന മുഴുവനും ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടിയോ പീഡയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയോ ഒറ്റ പ്രാർത്ഥനയിലും ദുഷ്ടന്മാരിൽ നിന്ന് കാക്കണമെന്നുണ്ട്. എന്നാൽ ആ 4 പ്രാർത്ഥനയിൽ എല്ലാ വിഷയങ്ങളും തന്നെ ആത്മീകമായതാണ്. പിന്നെ കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ 17 നീണ്ട പ്രാർത്ഥനയാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആ പ്രാർത്ഥന മുഴുവനും നമ്മുടെ ആത്മീയ കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞു വരുന്നത്. കർത്താവ് പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചോളാൻ. അപ്പോൾ പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവേഷ്ടം ചെയ്ത് അന്യോന്യ ബന്ധങ്ങൾ ശരിയായി പാലിച്ച് ദുഷ്ടന്റെ കെണികളിൽ അകപ്പെട്ടു പോകാതെ ജീവിക്കാനാണ് നാം പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു വ്യത്യാസം വരണം. ദൈവത്തെ കണ്ടുപോയാൽ വല്ലോം തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന മനോഭാവമാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. ദൈവമേ എന്ന് വിളിച്ചാൽ വല്ലോം തരണേ എന്നാ പറയുന്നത്. ഇത് വളരെ മോശമായ ഒരു ഏർപ്പാട്. ദൈവം ഇങ്ങനെ തരാൻ കാശിട്ടാൽ കൊക്കോകോള ചാടി വരുന്ന പോലെ ഒരു വെൻഡിങ് മെഷീൻ അല്ല ദൈവം. ദൈവം ആദരിക്കപ്പെടേണ്ടവനാണ്, ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. ദൈവകൽപ്പനകൾക്ക് നാം കീഴ്പ്പെടണം, അവൻ്റെ ഇഷ്ടം നാം ചെയ്യണം, അവൻ പറഞ്ഞിരിക്കുന്ന അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വരണം. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, വേണ്ടെന്നല്ല, എല്ലാറ്റിനും ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആത്മീകമായിരിക്കണം. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം പെടട്ടെ. അപ്പോൾ നാം ആരോടായി പ്രാർത്ഥിക്കുന്നേ? നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു സ്വർഗസ്ഥ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ആ നോട്ടിൽ ഞാൻ അതിൻ്റെ വിശദവിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്, ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ 14-15 വാക്യങ്ങളിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിച്ചില്ലേ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല എന്നൊരു വാക്യമുണ്ട്. അത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വാക്യമാണ്. ചിലർ ഈ വാക്യം എടുത്ത് നമ്മൾ മറ്റു അന്യരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ രക്ഷ ദൈവം വിഡ്രോ ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസനെ പ്രസംഗിക്കുന്ന നമ്മുടെ ഇടയിലുള്ള അല്ല, ഒരാൾ പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. വളരെ തെറ്റായൊരു വ്യാഖ്യാനമാണ്. ഇവിടെ പറയുന്നത് ന്യായാധിപന്റെ ശിക്ഷയുടെ കാര്യമല്ല, പിതാവെന്ന നിലയ്ക്ക്
നമ്മുടെ കുറവുകൾ ക്ഷമിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ എല്ലാ പാപവും ദൈവം ക്ഷമിച്ചു, ഞാൻ ഒരു സഹോദരനോട് ക്ഷമിച്ചില്ല എന്ന് വിചാരിച്ച് ആ ക്ഷമയെല്ലാം ക്യാൻസൽ ചെയ്യുമെന്നല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവഭവനത്തിൽ ദൈവ സംസർഗവും കൂട്ടായ്മയും പുലർത്തുന്ന കാര്യത്തിൽ നാം അന്യരോട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവത്തോട് സംസർഗം പുലർത്തി ദൈവ കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ എൻ്റെ രക്ഷ ക്യാൻസൽ ചെയ്യും, പണ്ട് ക്ഷമിച്ച ദൈവം വിഡ്രോ ചെയ്യുമെന്നല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഞാൻ ആ കാര്യവും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്തതായിട്ട് 16 മുതലുള്ള വാക്യങ്ങളിൽ ഉപവസിക്കുന്ന കാര്യമാണ്. കപടഭക്തിക്കാരെങ്ങനെ ഉപവസിച്ചിരുന്നത് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഉപവസിച്ചിരുന്നത്? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, അതായത് ഞാൻ ഉപവസിക്കുകയാണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കത്തക്കവണ്ണമുള്ള അപ്പിയറൻസ്. മുടിയൊന്നും ശരിക്കും ചെയ്തിട്ടില്ല, എണ്ണയൊന്നും തേച്ചിട്ടില്ല, ആകെ ക്ഷീണിച്ച ഒരു ലുക്ക്. ആ ക്ഷീണിച്ച ലുക്ക് ഞാൻ ഉണ്ടാക്കുന്ന എന്തിനാണെന്നറിയാമോ? സഹോദരന്മാർ ചോദിക്കണം, എന്താ ബ്രദറിന് ഇന്നൊരു ക്ഷീണം, വയ്യേ? ഓ, വയ്യാത്തതൊന്നുമല്ല ബ്രദറെ, ഞാൻ കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഉപവസിക്കുക എന്ന് പറയണം. കർത്താവ് പറഞ്ഞു, അങ്ങനെ ഒരു ഹിന്റ് കൊടുക്കാൻ പാടില്ല. ഉപവസിക്കുന്നതിൽ നീ മഹത്വം തേടാനായിട്ട് പാടില്ല. അപ്പോൾ എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്? ഇവിടെ ഉപവസിച്ചാൽ എന്നല്ല, ഉപവസിക്കുമ്പോൾ. ഇന്നലെ ജോസ് മാത്യു സാറിൻ്റെ ഒരു വാക്യം കൊരിന്ത് ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വായിച്ചു. അവിടെയും ഉപവസിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉപവസിക്കണമെന്ന്, സ്നാനപ്പെടണമെന്ന് പറയുന്നത് പോലെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ആദിമസഭ ഉപവസിച്ചിരുന്നതായിട്ടും ഭക്തന്മാരെല്ലാം ഉപവസിച്ചിരുന്നതായിട്ടും നാം ഉപവസിക്കുമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് ഈ വാക്യം ഉൾപ്പെടെ തിരുവെഴുത്തിലെ അനേക വാക്യങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉപവസിക്കേണ്ടത് ആവശ്യമാണ്, ഉപവസിക്കുന്നത് നല്ലതാണ്. എന്നാൽ സ്നാനപ്പെടണമെന്ന് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ ഒരു ഉപദേശമായിട്ട് തിരുവെഴുത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ ഉപവസിക്കുന്നത് തിരുവെഴുത്തിൽ അനേക വട്ടം പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പഠിപ്പിച്ചത് ഉപവസിക്കണോ വേണ്ടയോ എന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, when you pray, the Lord has taken it for granted that you will fast. ഉപവസിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ അത് മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്നതായിരിക്കാൻ പാടില്ല. അപ്പോ നന്മ പ്രവൃത്തി ചെയ്യുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ഉപവസിക്കുന്നതിൽ മനുഷ്യന്റെ മാനം അന്വേഷിക്കാനായിട്ട് പാടില്ല. ഇനി അതിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഭൗതിക കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. വളരെ നല്ല അനേക ആശയങ്ങളുള്ള ഒരു വേദഭാഗമാണ്. അതും വിശദമായിട്ട് എൻ്റെ നോട്ടിൽ ഞാനതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഒത്തിരിയില്ല, എന്നാലും കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇതിൻ്റെ 19-20 വാക്യങ്ങളിൽ 2 നിക്ഷേപ ഭവനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 നിക്ഷേപ ഭവനങ്ങൾ, 2 treasure houses, verses 19 and 20. പിന്നെ 22-23 വാക്യങ്ങളിൽ 2 തരം കണ്ണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 eyes in verses 22 and 23. 24-ാമത്തെ വാക്യത്തിൽ 2 യജമാനന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 2 masters. പിന്നെ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ 2 ലൈഫ് സ്റ്റൈൽസ്, 2 ജീവിത ശൈലികൾ, അല്ലെങ്കിൽ 2 പെർസ്പെക്റ്റീവ്സ് ഓൺ ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള 2 കാഴ്ചപ്പാടുകൾ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്. അപ്പോ 2 treasure houses, 2 eyes, 2 masters and 2 ലൈഫ് സ്റ്റൈൽസ്. 2 നിക്ഷേപഭവനങ്ങൾ, 2 കണ്ണ്, 2 യജമാനന്മാർ, പിന്നെ 2 ജീവിത ശൈലി. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ 19 മുതൽ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആകുലപ്പെടരുത് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 4 പ്രാവശ്യം 25-ല്, 28-ല്, 31-ല്, 34-ല് 4 പ്രാവശ്യം ഡോണ്ട് ബി ആങ്ഷ്യസ്, ഡോണ്ട് വറി എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ദ മോസ്റ്റ് ഡിസൊബേഡ് കമാൻഡ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിൽ ഏറ്റവും അനുസരിക്കപ്പെടാതെ പോകുന്ന കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ വിചാരപ്പെടരുത് എന്നുള്ള കൽപ്പനയാണ്. ആ കൽപ്പന ഇവിടെ മാത്രമല്ല,
പുതിയ നിയമത്തിൽ പലയിടത്തുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എഫേസ്യർ 4 നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യരിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭാരങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളണം. പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മിക്ക വിശ്വാസികളും അനുസരിക്കാത്തൊരു കാര്യമാണ് ഈ വിചാരപ്പെടുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തയുള്ളവരായിരിക്കണം, കാര്യങ്ങളെക്കുറിച്ച് വിവേകത്തോട് ചിന്തിക്കുന്നവരായിരിക്കണം. പക്ഷേ ചിന്തിച്ച് ഭാരപ്പെടരുത്. അത് പാപമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം കർത്താവ് അനേകവട്ടം പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടരുത്. ആ വിചാരപ്പെടാതിരിക്കാനുള്ള കാരണവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങൾ അതിൻ്റെ 26, 34 വാക്യങ്ങളിൽ, നിങ്ങൾ 32 വാക്യങ്ങളിൽ സ്വർഗസ്ഥനായൊരു പിതാവ് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിടുവേൻ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യ സൃഷ്ടിയെ നോക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചു, മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് 7-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യന് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചിട്ട് ഒടുവിലാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പം മനുഷ്യൻ വന്നിട്ട് അയ്യോ ഇനി ഞാൻ എന്തോ കഴിക്കുന്നേ, എവിടാ താമസിക്കുന്നേ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഒരു കല്യാണത്തിന് നമ്മൾ ആളുകളെ ക്ഷണിച്ചാൽ ആളുകൾ വരുന്നതിന് മുമ്പേ അതിൻ്റെ മെനുവും ഫുഡും എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ കല്യാണത്തിന് ആളുകൾ വരുമ്പോഴല്ല അയ്യോ ഇവർക്ക് എന്തോ കഴിക്കാൻ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നത്. അല്ല, മാസങ്ങൾക്ക് മുമ്പേ എല്ലാം തീരുമാനിച്ച് അന്ന് രാവിലെ മിക്കവാറും എല്ലാം റെഡിയാ ആളുകൾ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ പോലെ മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള സകലവും സൃഷ്ടിച്ച ശേഷമാണ് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അയ്യോ ഞാനിനി എവിടാ കിടക്കാൻ പോകുന്നേ, ഞാൻ എന്തോ കഴിക്കാൻ പോകുന്നേ എന്ന് മനുഷ്യൻ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസമാണ് ദൈവം സ്വസ്ഥനായിരുന്നത്. അപ്പോൾ ദ ഡേ ഓഫ് റെസ്റ്റ് കെയിം ഓൺ ദ 7th ഡേ ഫോർ ഗോഡ്. എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കിയത് 6-ാം ദിവസമാണ്. മനുഷ്യന്റെ 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. God completed his work with rest, and God expects man to begin his life with rest. ദൈവം തന്റെ വേല നിവർത്തിച്ചാണ് സ്വസ്ഥനായിരുന്നത്. എന്നാൽ മനുഷ്യൻ സ്വസ്ഥതയിൽ നിന്ന് തുടങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു നല്ലൊരു ആശയം അവിടെ ഉണ്ട്. ദൈവം എല്ലാം ചെയ്തിട്ടാണ് അവൻ സ്വസ്ഥനായിരുന്നത്. നമ്മുടെ 1-ാമത്തെ ദിവസം തന്നെ 6-ാം ദിവസം ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. യു ഷുഡ് ബേസ് യുവർ ലൈഫ് ഇൻ ഗോഡ്. യു ഷുഡ് റെസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ബിഗിൻ യുവർ ലൈഫ്. ദൈവത്തിലുള്ള ആശ്രയത്തിൽ, ദൈവത്തിലുള്ള ആ റെസ്റ്റിൽ, വിശ്രമത്തിൽ വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാൻ. ഈ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്ന വളരെ വിലയേറിയ ഒരു കാര്യമാണ് അത്. നമുക്ക് വേണ്ടി കരുതുന്നൊരു സ്വർഗസ്ഥനായ പിതാവ് ഉള്ളതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അപ്പോൾ ഈ ഭാഗത്ത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിലേക്ക് കർത്താവ് മനുഷ്യരെ വിളിക്കുകയാണ്. എന്താ ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ? മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ടാക്കി, ഇനി മനുഷ്യൻ സ്വസ്ഥതയോടെ ജീവിതം ആരംഭിച്ചാൽ മതി. അതാണ് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ. ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും മനുഷ്യൻ വിചാരപ്പെടുവാൻ ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എല്ലാ പ്രൊവിഷനും ദൈവം ചെയ്തു കഴിഞ്ഞു. എന്നാൽ പാപം പ്രവേശിച്ചപ്പോ അതെല്ലാം തലകീഴായിട്ട് മറിഞ്ഞു. Man, because of sin, began to be concerned more about his material needs than about his relationship with God. ദൈവവുമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കാൾ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആകുലം മനുഷ്യനെ കയറി. അത് പാപം കാര്യങ്ങൾ തലകീഴായി മറിച്ചതാ. ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, തലകീഴായി മറിഞ്ഞ ലോകത്തെ വീണ്ടും പഴയ വഴിയിലേക്ക് തിരിക്കാൻ വിളിക്കുകയാണ്. God is calling people back to God's original program, original plan. അതെന്താ ഒറിജിനൽ പ്ലാൻ? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അതിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. 33-ാം വാക്യം, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പോ our only business on the face of this earth is to take care of God's business. When I take care of God's business,
ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് മൈ ബിസിനസ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മുടെ ഏക ദൗത്യം ദൈവത്തിന്റെ കാര്യം നോക്കുക എന്നുള്ളത്. നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവന്റെ കാര്യം നോക്കുമ്പോൾ അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. ഈ ഭാഗത്ത് പറവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒരു പണിയും ചെയ്യേണ്ട, പറവുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. മടി വേദപുസ്തകം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. മടിയൻ, ജോലി ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കരുതെന്ന് താഴെ തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറവകളുടെ കാര്യം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറവകളുടെ കാര്യം പറഞ്ഞത് നമ്മൾ ആരും ഒരു പണിയും ചെയ്യണ്ട എന്ന് പറയാനല്ല. പിന്നെ എന്തിനാണെന്നറിയാമോ? ഈ പറവകൾ രാവിലെ എഴുന്നേറ്റ് അവർ പണി ചെയ്യുന്നുണ്ടോ? വിതയ്ക്കുകയും കൊയ്യൊന്നും ഇല്ലെന്നുള്ളത് ശരിയാ. പക്ഷേ പറവകളെല്ലാം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം തേടി പോകും, അല്ലേ? അതാ അവർ ചെയ്യുന്ന പണി. അല്ലാതെ പറവയെല്ലാം എഴുന്നേറ്റ് കൂടിന്റെ വാതിക്കൽ ഇങ്ങനെ വാ പൊളിച്ചിരിക്കുന്നു, ഗബ്രിയേൽ ദൂതൻ വന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു, അങ്ങനെയാണോ അറേഞ്ച്മെന്റ്? അങ്ങനല്ല. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നില്ലെങ്കിലും പറവകളും അവയ്ക്ക് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതെന്താ? രാവിലെ എഴുന്നേറ്റാൽ ആഹാരം തേടിപ്പോകും. അപ്പൊ ദൈവം ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവ ആഹാരം തേടി പറന്നു നടക്കുമ്പോൾ ആഹാരമുള്ളിടത്തേക്ക് ദൈവം അവയെ ഡിറക്റ്റ് ചെയ്യുകയും അവയ്ക്ക് ആഹാരം ലഭിച്ചുവെന്ന് ദൈവം ഉറപ്പ് വരുത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതാ അതിൻ്റെ അർത്ഥം. പക്ഷികൾ കൂട്ടിലിരുന്നാൽ മതിയെന്നല്ല പഠിപ്പിക്കല്. പക്ഷികൾ ആഹാരം തേടി പോകണം. പക്ഷേ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ? അത് ആഹാരം തേടി പോകുമ്പോൾ when the birds fly out looking for food, God will direct their flight path to such places where food is available. God will make sure that they get their food. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അതുകൊണ്ട് കൃഷി ചെയ്യേണ്ട, പണി ചെയ്യേണ്ട, പഠിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ പഠിക്കണം, കൃഷി ചെയ്യണം, ഇന്റർവ്യൂവിന് പോകണം, ജോലി തേടണം. പക്ഷേ നാം അങ്ങനെ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുകയും വഴികളെ തുറക്കുകയും തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വഴികൾ ദൈവം ഉണ്ടാക്കി തരികയും ചെയ്യും. അതതിൻ്റെ അർത്ഥം. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പാഠമാണ്. ഒരു സ്ത്രീ മലബാറിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം അസുഖമാണ്, ഞാൻ മാത്രമാണ് ഏണിംഗ് മെമ്പർ. രാവിലെ അരുവാളുമായിട്ട് ഇറങ്ങും, എന്നിട്ട് പുല്ല് ചെത്തി ആ പുല്ല് ചന്തയിൽ കൊണ്ട് വിറ്റ് അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം കഴിയുന്നത്. നമ്മുടെ സഭയിലുള്ള ഒരു അമ്മച്ചിയാണ്. എന്നിട്ട് ആ അമ്മച്ചി ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, കർത്താവേ നല്ല പുല്ലുള്ളിടത്തോട്ട് എന്നെ നയിക്കണേ എന്ന്. എന്നിട്ട് ആ അമ്മച്ചിയുടെ സാക്ഷ്യം, ഞാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ദൈവം എൻ്റെ കാലടികളെ നല്ല ഉള്ളിടത്തോട്ട് ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് എനിക്ക് എല്ലാ ദിവസവും പുല്ല് കിട്ടും. ആ പുല്ല് ചന്തയെ കൊണ്ടുവച്ച് അത് വിറ്റാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം കഴിയുന്നത്. അതാ കർത്താവ് പറഞ്ഞത്. എന്ത് നല്ല സാക്ഷ്യമാ. പുല്ല് എത്താൻ പോകുമ്പോൾ ദൈവം കാലടികളെ പുല്ലുള്ളിടത്തോട്ട് ഡയറക്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ദൈവം കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും കരുതണ്ടെന്നല്ല. ഈ കഥയുടെ ബാക്കിയോടെ ഒന്ന് പറയണമല്ലോ, സമയം പോയെങ്കിലും. ഞാൻ കാനഡയിൽ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ, ടൊറന്റോയിൽ പ്രസംഗിച്ചപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞു, ഈ അമ്മച്ചിയുടെ ഉദാഹരണം. യോഗം കഴിഞ്ഞ് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ആരാ ഈ അമ്മച്ചി? ഈ അമ്മച്ചി എനിക്കൊന്ന് സഹായിക്കണം. ഒരു കപ്പിൾ ഈ അമ്മച്ചിക്ക് ഒരു സഹായം എന്നെ ഏൽപ്പിച്ചു, കുറച്ച് പണം. ഞാനത് അവർക്ക് എത്തിച്ചു കൊടുത്തു. ദൈവത്തിന്റെ കരുതൽ കണ്ടോ. ഈ അമ്മച്ചി കാനഡ എന്ന് കേട്ടുപോലും കാണാൻ സാധ്യതയില്ല, കാനഡ എവിടാന്ന് അറിയത്തുമില്ല. കാശ് കൊടുക്കുമെന്ന് വിചാരിച്ചല്ല ഞാനിത് പറഞ്ഞത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ള ഉദാഹരണം പറഞ്ഞതാ. ദൈവം കാനഡയിൽ നിന്ന് ഈ അമ്മച്ചിക്ക് വേണ്ടി കരുതി. കണ്ടോ അമ്മച്ചിയുടെ ചെറിയ വിശ്വാസം. പുല്ലി എത്താൻ പോകുമ്പോൾ ദൈവം ഡയറക്റ്റ് ചെയ്യുന്നുള്ള വിശ്വാസം കാനഡയിൽ നിന്ന് വരെ സഹായം എത്തിക്കാനായിട്ട് ഉപകാരമായി. പ്രിയപ്പെട്ടവരെ, പക്ഷികൾ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, അതൊക്കെ ശരിയാ. പക്ഷേ അവർ ചെയ്യേണ്ട ചെറിയ കാര്യം അവർ ചെയ്യുമ്പോൾ ദൈവം അവയെ നിയന്ത്രിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നാ പറഞ്ഞത്. സ്വർഗസ്ഥനായ അവയുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നല്ല. 26 വാക്യം, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവം പക്ഷികളുടെ സ്വർഗസ്ഥ പിതാവല്ല.
തിയോളജിക്കലി വേദശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ പക്ഷികളുടെ സൃഷ്ടാവാണ്, പക്ഷേ സ്വർഗസ്ഥനായ പിതാവല്ല. ദൈവം ആരുടെ സ്വർഗസ്ഥനായ പിതാവാ? നമ്മുടെ, പക്ഷികളുടെ അല്ല. പക്ഷേ ആരുടെ സ്വർഗസ്ഥ പിതാവ് അവൻ അല്ലയോ അവയെ പോലും അവൻ പുലർത്തുന്നു. അങ്ങനാണെങ്കിൽ ആരുടെ സ്വർഗസ്ഥ പിതാവാണോ അവൻ, അവരെ പുലർത്തുകയില്ലയോ? എല്ലാവർക്കും മനസ്സിലായോ? ദൈവം പക്ഷികളുടെ സ്വർഗസ്ഥ പിതാവ് അല്ല, നമ്മുടെ സ്വർഗസ്ഥ പിതാവ്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് വല്ലോരെയും പുലർത്തുന്നെന്ന്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് വല്ലോരെയും പുലർത്തുന്നെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മളെ പുലർത്തുകയല്ലേ? അയൽവക്കത്തെ വീട്ടിലെ കൊച്ചിനെ പഠിപ്പിക്കാൻ എൻ്റെ അപ്പനാ കാശ് കൊടുക്കുന്നതെങ്കിൽ തൻ്റെ സ്വന്തം മകനായ ഞാൻ പഠിക്കാൻ എൻ്റെ അപ്പൻ കാശ് തരികയില്ലയോ? നിങ്ങളുടെ പിതാവ് വല്ലോരെയും പുലർത്തുന്നു, അവയുടെ സ്വർഗസ്ഥ പിതാവല്ല. ഇഫ് ഗോഡ് കെയർസ് ഫോർ ദ ബേർഡ്സ് ഹൂസ് ഹെവൻലി ഫാദർ ഹി ഈസ് നോട്ട്, വിൽ ഹി നോട്ട് കെയർ ഫോർ യു ഹൂസ് ഹെവൻലി ഫാദർ ഹി ഈസ്? എത്ര അനുഗ്രഹിക്കപ്പെട്ട സത്യമാ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന് നാം സ്ഥാനം കൊടുത്ത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് നമുക്ക് ജീവിക്കാം. ഒടുവിൽ നാം ആകുലപ്പെടാൻ പാടില്ല എന്നുള്ളതിന് 5 കാരണങ്ങൾ കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5 reasons why we should not worry. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഫോർബിഡൻ, അത് വിലക്കപ്പെട്ടിരിക്കുക. ആകുലപ്പെടരുത്, വിലക്കപ്പെട്ടിരിക്കുക. 2, ഇറ്റ് ഈസ് യൂസ്ലെസ്, ഒരു പ്രയോജനവും ഇല്ലെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ ഇറ്റ് ഈസ് നീഡ്ലെസ്, അത് അനാവശ്യമാണ്. അടുത്തത്, ഇറ്റ് ഈസ് ഫെയ്ത്ത്ലെസ്നെസ്, അത് വിശ്വാസമില്ലായ്മയാ. 5-ാമത്തേത്, ഇറ്റ് ഈസ് പേഗൻ ഇൻ നേച്ചർ, അത് ജാതികൾക്കുള്ളതാ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മുടെ അയൽക്കാര്, ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ബന്ധുമിത്രാദികള്, അവരിതിനെക്കുറിച്ചെല്ലാം തലപുകഞ്ഞാലോചിച്ച് കഷ്ടപ്പെട്ട് കാര്യം എങ്ങനെ നടക്കും, മോടെ കല്യാണം എങ്ങനെ നടക്കും, വീടെങ്ങനെ പണിയും, നാളെ എന്ത് പറ്റും, അതിനെക്കുറിച്ച് തല പൊട്ടിച്ചുകൊണ്ട് നടക്കുക. എന്തുകൊണ്ടാ? അവർക്ക് സ്വർഗസ്ഥനായ പിതാവിനെ അറിയാൻ പാടില്ല. അതുകൊണ്ടാ. നമ്മളങ്ങനെയാണോ നടക്കേണ്ടത്? നമ്മളങ്ങനെയല്ല. ദൈവമക്കൾ അങ്ങനെയല്ല നടക്കേണ്ടത്. അതുകൊണ്ട് 5 reasons why we should not worry. Number 1, it is forbidden. Number 2, it is useless. Number 3, it is needless. Number 4, it is faithlessness. Number 5, it is Gentile, pagan in nature. 1, അത് വിലക്കപ്പെട്ടിരിക്കുന്നു. 2, അത് വ്യർത്ഥമാണ്, പ്രയോജനമില്ലാത്തതാണ്. 3, അത് ആവശ്യമില്ലാത്തതാണ്. 4, അത് വിശ്വാസമില്ലായ്മയാണ്. 5, അത് ജാതികളുടെ സ്വഭാവമാണ്. നമുക്ക് ഇങ്ങനൊരു സ്വർഗീയ പിതാവുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊറ്റ ജോലിയേ ഉള്ളൂ. എന്താ? ദൈവത്തിന് രാജ്യവും നീതിയും അന്വേഷിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, അവനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ളത് ചിന്തിച്ച് നടക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തോളും. നമ്മൾ പണിയെടുക്കേണ്ടെന്നൊന്നുമല്ല, പണിയെടുക്കണം, ഇന്റർവ്യൂവിന് പോകണം, അതൊക്കെ ചെയ്യണം. പക്ഷേ പക്ഷിയെ എങ്ങനെ പുലർത്തുന്നു അതുപോലെ നിന്റെ കാലടികളെ ദൈവം ഡിറക്റ്റ് ചെയ്ത് നിനക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറന്നു തന്ന് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും. ഇത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് വിശ്വസിച്ച് പാലിച്ച് ദൈവത്തെ മാനിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.